അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും ഷഫീഖ് ഇ.പി എന്ന ചാനലിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം, യോജിപ്പിക്കാം. ഇപ്പോൾ താഴെ 7ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ മൂന്നാമത്തെ ഭാഗത്തുണ്ടാകും. ഓരോന്നിൻ്റെയും നേരെ എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. റവാത്തിബിൽ 10 റക്അത്തുകൾ. റവാത്തിബിൽ 10 റക്അത്തുകൾ, അതിനോട് യോജിച്ചത് ഏതാണ്? തയമ്മും ചെയ്യൽ, മുട്ടുപൊക്കിളിൻ്റെ ഇട, പുരുഷന് നിഷിദ്ധമാണ്, വളരെ ഏറെ പുണ്യമുള്ളതാണ്, ചുവപ്പ് കളറ് കൊടുക്കൽ സുന്നത്താണ്, അറബികളുടെ പതിവ്, നഗ്നനായി നിസ്കരിക്കണം. അപ്പോൾ ഒന്നാമത്തതിനോട് യോജിച്ചത് ഏതാണ്? റവാത്തിബിൽ 10 റക്അത്തുകൾ വളരെയേറെ പുണ്യമുള്ളതാണ് എന്നുള്ളതാണ്. അപ്പോൾ വളരെയേറെ പുണ്യമുള്ളതാണ് എന്നുള്ളത് എടുത്തെഴുതുക. രണ്ടാമത്തത് എല്ലാ സമയത്തും ഖുഫ ധരിക്കലാണ് അറബികളുടെ പതിവ്. അപ്പോൾ അറബികളുടെ പതിവ് എന്നുള്ളതാണ് അവിടെ എടുത്തെഴുതാനുള്ളത്. മൂന്നാമത്തത് പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയ ആനുകൂല്യം എന്താണ്? തയമ്മും ചെയ്യൽ. നാലാമത്തത് നിസ്കാരത്തിലെ പുരുഷൻ്റെ ഔറത്ത്, മുട്ടുപൊക്കിളിൻ്റെ ഇട. അപ്പോൾ മുട്ടുപൊക്കിളിൻ്റെ ഇടയാണ് നിസ്കാരത്തിൽ പുരുഷൻ്റെ ഔറത്ത്. അഞ്ചാമത്തത് ഔറത്ത് മറയ്ക്കാവുന്ന ഒന്നും ലഭിക്കാത്തവർ നഗ്നനായി നിസ്കരിക്കണം. അപ്പോൾ അഞ്ചാമത്തതിനോട് യോജിച്ചത് നഗ്നനായി നിസ്കരിക്കണം എന്നുള്ളതാണ്. ആറാമത്തത് സ്വർണവും വെള്ളിയും. അപ്പോൾ അവിടെ എന്താണ് ചോദിച്ചത്? പുരുഷന് നിഷിദ്ധമാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പുരുഷന് നിഷിദ്ധമാണ് എന്നുള്ളത് എടുത്ത് എഴുതി കൊടുക്കുക. ഏഴാമത്തത് പുരുഷൻ നരച്ച തലമുടിക്ക് ചുവപ്പ് കളറ് കൊടുക്കൽ സുന്നത്താണ്. അപ്പോൾ ചുവപ്പ് കളറ് കൊടുക്കൽ സുന്നത്താണ് എന്നുള്ളതാണ് ഏഴാമത്തതിനോട് യോജിച്ചത്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. അതിലൊന്നാമത്തത് മോതിരം ചൂണ്ടുവിരലിലും നടുവിരലിലും ധരിക്കൽ കറാഹത്താണ്. അപ്പോൾ അവിടെ കറാഹത്താണ് എന്നുള്ളതാണ് പൂരിപ്പിച്ചെഴുതാനുള്ളത്. മോതിരം ചൂണ്ടുവിരലിലും നടുവിരലിലും ധരിക്കൽ കറാഹത്താണ്. രണ്ടാമത്തത് ഖിബ്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കഅബയാണ്. അപ്പോൾ അവിടെ കഅബയാണ് എന്ന് എഴുതി കൊടുക്കുക. മൂന്നാമത്തത് സുന്നത്തായ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സുന്നത്ത് നിസ്കാരങ്ങൾ. അപ്പോൾ സുന്നത്തായ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സുന്നത്ത് നിസ്കാരങ്ങളാണ്. അപ്പോൾ അവിടെ സുന്നത്ത് നിസ്കാരങ്ങൾ എന്നുള്ളതാണ് പൂർത്തിയാക്കിയിട്ട് എഴുതാനുള്ളത്. ഇനി നാലാമത്തത് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഹാഫദ അല 4 റക്അത്തിൻ ഖബ്ല ളുഹ്രി വ 4 ബഅദഹാ. ബാക്കി എന്താണ്? ഹറമഹല്ലാഹു അലന്നാർ എന്ന് എഴുതി കൊടുക്കുക. അഞ്ചാമത്തത് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന കുല്ലി അദാനൈനി സ്വലാത്തുൻ. അപ്പോൾ അവിടെ അദാനൈനി സ്വലാത്തുൻ എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. ഇനി മൂന്നാമത്തെ പ്രവർത്തനം 2 വീതം എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ 4ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനും 2 വീതം ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം, സുന്നത്ത് നിസ്കാരങ്ങളിൽ ജമാഅത്ത് സുന്നത്തില്ലാത്തത്. ഇപ്പോൾ സുന്നത്ത് നിസ്കാരങ്ങളിൽ ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരങ്ങൾ ഏതൊക്കെയാണ്? റവാത്തിബ്, ളുഹ, വിത്തർ, ഇസ്തിഖാറ, തഹിയ്യത്ത്, സ്വലാത്തു തസ്ബീഹ്, തഹജ്ജുദ്. അപ്പം ഈ സുന്നത്ത് നിസ്കാരങ്ങളിലാണ് ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങൾ. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതെങ്കിലും 2 മാത്രം അവിടെ എഴുതി കൊടുക്കുക. രണ്ടാമത്തെ ചോദ്യം, തിലാവത്തിൻ്റെ സുജൂദിന് നിസ്കാരത്തിലല്ലെങ്കിലുള്ള ഫർളുകൾ. അപ്പോൾ തിലാവത്തിൻ്റെ സുജൂദിന് നിസ്കാരത്തിലല്ലെങ്കിലുള്ള ഫർളുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് തിലാവത്തിന് വേണ്ടി ഞാൻ സുജൂദ് ചെയ്യുന്നു എന്ന് കരുതുക, അതുപോലെ തക്ബീറത്തുൽ ഇഹ്റാം. മൂന്നാമത്തത് ഒരു സുജൂദ് ചെയ്യൽ. നാലാമത്തത് സലാം വീട്ടുക. അപ്പം ഇതൊക്കെയാണ് തിലാവത്തിൻ്റെ സുജൂദിന് നിസ്കാരത്തിലല്ലെങ്കിലുള്ള ഫർളുകൾ. ഏതെങ്കിലും 2 മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തെ ചോദ്യം, ഖുഫയുടെ മേൽ തടവൽ അനുവദനീയമാകാനുള്ള ഷർത്തുകൾ. ഖുഫയുടെ മേൽ തടവൽ അനുവദനീയമാകാനുള്ള ഷർത്തുകൾ
ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാനാണ്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഒന്നാമത്തത് ഖുഫ് ശുദ്ധിയുള്ളതായിരിക്കുക, രണ്ടാമത്തത് ഞെരിയാണി ഉൾപ്പെടെ മറയുന്നതായിരിക്കുക, മൂന്നാമത്തത് ഉള്ളിലേക്ക് വെള്ളം കടക്കാത്തതായിരിക്കുക, നാലാമത്തത് ഖുഫ് ധരിച്ച് നടക്കാൻ കഴിയുന്നതായിരിക്കുക, അതുപോലെ പൂർണ്ണമായ. അപ്പോൾ 4 അവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും 2 മാത്രം അവിടെ എടുത്ത് എഴുതി കൊടുക്കണം. 4ാമത്തെ ചോദ്യം, നിസ്കാരം നിർവഹിക്കുന്നതിനുള്ള തടസ്സങ്ങൾ. അപ്പോൾ നിസ്കാരം നിർവഹിക്കുന്നതിനുള്ള തടസ്സങ്ങൾ ഏതൊക്കെയാണ്? ഭ്രാന്ത്, ബോധക്ഷയം, ഹൈള്, നിഫാസ്. അപ്പം ഈ കാരണങ്ങൾ അല്ലാതെ മറ്റൊരു കാരണം കൊണ്ട് നമ്മൾ നിസ്കാരം എന്താക്കാൻ പറ്റില്ല, ഒഴിവാക്കാൻ പാടില്ല. ഇനി 4ാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തേത് ഖുഫ് എന്നാൽ എന്താണ് ഖുഫ്? ഉത്തരം കാൽപാദം ഞെരിയാണി ഉൾപ്പെടെ മറയുന്ന പാദരക്ഷയാണ് ഖുഫ്. ഇനി 2ാമത്തെ ചോദ്യം, അമുസ്ലിംകളായ സ്ത്രീകളുടെ അടുക്കൽ വെച്ച് മുസ്ലിം സ്ത്രീകൾ മറയ്ക്കൽ വാജിബായത് ഏതൊക്കെയാണ്? ഉത്തരം ജോലി സമയം വെളിവാക്കുന്ന സ്ഥലം അല്ലാത്തവ മറയ്ക്കൽ വാജിബാണ്. ഇനി 3ാമത്തെ ചോദ്യമാണ്, രോഗം കൊണ്ടോ മറ്റോ നിസ്കാരത്തിലെ ഖിബ്ലക്ക് മുന്നിടാൻ കഴിയാത്തവർ എന്തു ചെയ്യണം? ഉത്തരം മുന്നിടാതെ നിസ്കരിക്കുകയും പിന്നീട് മടക്കുകയും ചെയ്യണം. ഇപ്പോൾ മുന്നിടാതെ നിസ്കരിക്കുകയും പിന്നീട് മടക്കുകയും ചെയ്യണം. 4ാമത്തത് മഅ്മൂമിന് സംഭവിക്കുന്ന ഇടർച്ചയ്ക്ക് വേണ്ടി സഹ്വിൻ്റെ സുജൂദ് ചെയ്യാൻ പാടില്ല. എപ്പോൾ? ഉത്തരം ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ. അപ്പോൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ മഅ്മൂമിന് സംഭവിച്ച ഇടർച്ചയ്ക്ക് വേണ്ടി സഹ്വിൻ്റെ സുജൂദ് ചെയ്യാൻ പാടില്ല. ഇനി 5ാമത്തെ ചോദ്യമാണ്, ശുക്റിൻ്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്താൽ എന്ത് സംഭവിക്കും? നിസ്കാരം ബാത്തിലാകും. അപ്പോൾ ശുക്റിൻ്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്യാൻ പാടില്ല. നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. ഇനി 5ാമത്തെ പ്രവർത്തനമാണ് ക്രമത്തിലാക്കാം എന്നുള്ളത്. അപ്പോൾ അവിടെ വസവ്വറഹു സജദ വജ്ഹിയ വശഖ സമഅഹു ബിഹൗലിഹി വഖുവ്വതിഹി അഹ്സനുൽ ഖാലിഖീൻ വബസറഹു ലില്ലദി ഖലഖഹു ഫതബാറക്കല്ലാഹു. അപ്പോൾ അത് ക്രമത്തിലാക്കി എഴുതുമ്പോൾ എങ്ങനെ വരും? സജദ വജിഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറക്കല്ലാഹു ബി അഹ്സനിൽ ഖാലിഖീൻ എന്ന് വരും. ഇനി ഏറ്റവും അവസാനത്തെ പ്രവർത്തനമാണ് പൂരിപ്പിക്കാം. 1ാമത്തേത് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം യകൂനു ഖൗമുൻ ഡാഷ് യഖ്ളിബൂന ബിസ്സവാദി കഹവാസുലിൽ ഹമാമി ലാ യരീഹൂന റായിഹത്തൽ ജന്ന. അപ്പോൾ അത് അവിടെ എന്താണ് പൂരിപ്പിച്ചെഴുതാനുള്ളത്? ഫി ആഖിരി സമാനി എന്നുള്ളതാണ്. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.